Good morning. Welcome to today's section of CTTF Digital. Today we have the topic e-governance. Okay, so ഇന്നത്തെ ഈ ഒരു സെക്ഷൻ്റെ അകത്ത് നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ് ഇ ഗവേണൻസ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, സ്കോപ്പ്, ബെനിഫിറ്റ്സും അതിൻ്റെ ഔട്ട്കംസും അതുപോലെ തന്നെ പില്ലേഴ്സിനെ കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഇസ് പീപ്പിൾ, പ്രോസസ്, ടെക്നോളജി, റിസോഴ്സസ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ ഇ ഗവേണൻസ് എന്ന് പറയുന്നത്? വാട്ട് ഇസ് ഇ ഗവേണൻസ്? ഈ ഒരു ടേം ഇ ഗവേണൻസ് എന്ന് പറയുന്ന ഒരു ടേം സ്റ്റാൻഡ്സ് ഫോർ ഇലക്ട്രോണിക് ഗവേണൻസ് ആണ്. ഓക്കെ, സോ ഇ ഗവേണൻസ് സ്റ്റാൻഡ്സ് ഫോർ ഇലക്ട്രോണിക് ഗവേണൻസ്. ഇത് മെയിൻ ആയിട്ട് റെഫർ ചെയ്യുന്നത് ഇൻഫോർമേഷൻ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, അതാണ് ICT എന്ന് പറയുന്നത്. സോ ഈ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീൻ്റെ യൂസിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ കമ്പ്യൂട്ടേഴ്സ്, ഇന്റർനെറ്റ്, മൊബൈൽ ടെക്നോളജി ഒക്കെ പോലെയുള്ള ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീൻ്റെ യൂസിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗവേണൻസ് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഗവൺമെന്റ് സർവീസസ് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻഫോർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ എഫിഷ്യന്റും ട്രാൻസ്പെറന്റും ആയിട്ടുള്ള ഗവേണൻസ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുമാണ്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗവേണൻസ് എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ ഇന്ററാക്ഷൻ ആണ്. അതായത് ഈ ഗവൺമെന്റും സിറ്റിസൺസും ബിസിനസ്സും അതുപോലെ തന്നെ ഒരുപാട് ഗവൺമെന്റ് ഡിപ്പാർട്ട്സ് ഉണ്ടാവും, മറ്റുള്ള ഒരുപാട് ഗവൺമെന്റ് ഡിപ്പാർട്ട്സുകൾ ഉണ്ടാവും. സോ ഇങ്ങനെയുള്ള ഗവൺമെന്റും സിറ്റിസൺസും ബിസിനസ്സും മറ്റുള്ള ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഇടയിലുള്ള ഒരു ഡിജിറ്റൽ ഇന്ററാക്ഷൻ, അതിനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇ ഗവേണൻസ് സ്റ്റാൻഡ്സ് ഫോർ ഇലക്ട്രോണിക് ഗവേണൻസ്. നൗ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, എന്തൊക്കെയാണ് ഇ ഗവേണൻസിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്? നമ്മളിപ്പോൾ ഒരു ഓൺലൈൻ ആയിട്ട് ഒരു പാസ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാണ്. ഓക്കെ, അതെന്താ? ഇ ഗവേണൻസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും പണ്ടൊക്കെ നമ്മൾ ഇപ്പോൾ ഒരു ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു ഓഫീസിൽ ഇലക്ട്രിസിറ്റി KCBയിൽ പോയിട്ട് വേണം നമ്മൾ ആ ഒരു ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് ഇന്നത്തെ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഗവൺമെന്റ് പോർട്ടൽസിലൂടെ ഇലക്ട്രിസിറ്റി ബിൽസ് പേ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഡിജിറ്റൽ ഹെൽത്ത് കെയർ റെക്കോർഡ്സ് അല്ലെങ്കിൽ ലാൻഡ് റെക്കോർഡ്സ് ഒക്കെ, ഡിജിറ്റൽ ഹെൽത്ത് കെയർ റെക്കോർഡ്സോ അല്ലെങ്കിൽ ലാൻഡ് റെക്കോർഡ്സോ ഒക്കെ നമുക്ക് ഓൺലൈനായിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഇ ഗവേണൻസ് നമുക്ക് പറയാം. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഈ ഗവേണൻസിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? സോ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇ ഗവേണൻസ്? ഹിയർ വി ഹാവ് ട്രാൻസ്പെറൻസി, എഫിഷ്യൻസി, അക്കൗണ്ടബിലിറ്റി, ആക്സസിബിലിറ്റി, പാർട്ടിസിപ്പേഷൻ, കോസ്റ്റ് എഫക്റ്റീവ്നെസ്, ആൻഡ് ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇ ഗവേണൻസ് നമുക്ക് പറയാം. അപ്പോൾ ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് വി വിൽ സ്റ്റാർട്ട് വിത്ത് ട്രാൻസ്പെറൻസി. എന്താണ് ഈ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്? ഈ ഗവേണൻസ്, ഈ ഗവൺമെന്റ് ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, ഈ ഗവൺമെന്റ് ആക്ടിവിറ്റീസ് ഒക്കെ സിറ്റിസൺസിന് ഓപ്പണും അതുപോലെ തന്നെ വിസിബിളും, അതായത് ഈ സിറ്റിസൺസിന് ഗവൺമെന്റ് നടത്തുന്ന ആക്ടിവിറ്റീസ് ഒക്കെ വളരെ വ്യക്തമായിട്ട് ട്രാൻസ്പെറന്റ് ആയിരിക്കും. അതായത് അവർക്ക് വ്യക്തമായിട്ട് കാണാനും ഭയങ്കര ഓപ്പൺ ആൻഡ് വിസിബിൾ ആയിരിക്കും. ഓക്കെ, സോ ഈ ഗവേണൻസ് ഗവൺമെന്റ് ആക്ടിവിറ്റീസ് സിറ്റിസൺസിന് ഓപ്പണും വിസിബിളും ആക്കി കൊടുക്കുന്നുണ്ട്. സോ ഈ ഇൻഫോർമേഷൻസ് ഒക്കെ ഓൺലൈൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് വഴി കറപ്ഷൻ റെഡ്യൂസ് ചെയ്യാനും ഒരു പബ്ലിക് ട്രസ്റ്റ് അവിടെ ബിൽഡ് ചെയ്യാനായിട്ടും പറ്റുന്നുണ്ട്. കറപ്ഷൻ റെഡ്യൂസ് ചെയ്തിട്ട് അവിടെ ഒരു ട്രസ്റ്റ്, നമുക്ക് പബ്ലിക്കിൽ ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ട്രസ്റ്റ് അവിടെ ബിൽഡ് ചെയ്യാനായിട്ടും പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിറ്റിസൺസിന് വളരെ ഈസി ആയിട്ട് തന്നെ ഈ സ്റ്റേറ്റസ് ഒക്കെ ട്രാക്ക്, അതായത് ഇവര് ഓൺലൈൻ ആയിട്ട് കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ എന്തെങ്കിലും പേയ്മെന്റ്സ് അല്ലെങ്കിൽ കംപ്ലൈൻറ്റ്സോ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു ആപ്ലിക്കേഷന്റെ സ്റ്റേറ്റസ്
വളരെ ഈസി ആയിട്ട് തന്നെ സിറ്റിസൺസിന് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മളൊരു എക്സാമ്പിൾ എടുക്കുവാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ പീപ്പിളിന് പാസ്പോർട്ട്സ് അല്ലെങ്കിൽ ലൈസൻസ് ഒക്കെ പാസ്പോർട്ട്സോ അല്ലെങ്കിൽ ലൈസൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ചെക്ക് ചെയ്യാൻ, അതായത് ഓൺലൈൻ ആയിട്ട് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മളിപ്പോൾ ഒരു പാസ്പോർട്ടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ ആ ഒരു ആപ്ലിക്കേഷന്റെ പ്രോഗ്രസ് ഓൺലൈൻ ആയിട്ട് പീപ്പിളിന് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഇതാണ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് എഫിഷ്യൻസി. എന്താ ഈ എഫിഷ്യൻസി എന്ന് പറയുന്നത്? ഈ ഓട്ടോമേഷനും അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസേഷനും, കമ്പ്യൂട്ടറൈസേഷനും എന്താന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, റൈറ്റ്? സോ ഈ ഒരു ഓട്ടോമേഷൻ ആൻഡ് കമ്പ്യൂട്ടറൈസേഷൻ ഗവൺമെന്റ് സർവീസസ് ഉണ്ടല്ലോ, അത് വളരെ ഫാസ്റ്ററും അതുപോലെ തന്നെ സ്മൂത്തറും ആക്കുന്നുണ്ട്. കമ്പ്യൂട്ടറൈസേഷനും ഓട്ടോമേഷനും ഗവൺമെന്റ് സർവീസസ് ഫാസ്റ്ററും സ്മൂത്തറും ആക്കുന്നുണ്ട്. സോ ഇങ്ങനെ ഫാസ്റ്ററും അതുപോലെ തന്നെ, അതായത് വേഗത കൂടിയതും വളരെ സ്മൂത്തറും ആക്കുന്നത് വഴി ഇത് എന്ത് സംഭവിക്കുന്നുണ്ട്, മാനുവൽ പേപ്പർ വർക്ക്സും അതുപോലെ തന്നെ പ്രോസസ്സിംഗ് ടൈമും കുറക്കുന്നുണ്ട്. അതായത് നമുക്കിപ്പോൾ ഇവിടെ ഓഫീസിലേക്ക് പോവേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പേപ്പർ വർക്ക്സ്, അതായത് പേപ്പറിലല്ല ഉണ്ടാവുക, ഫുള്ളി ഇത് എന്തിലാണ് ഉണ്ടാവുന്നത്, ഡിജിറ്റൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഈ മാനുവൽ പേപ്പർ വർക്കും അതുപോലെ തന്നെ അത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈമും ഒക്കെ ഒരു പരിധി വരെ ഇത് കുറക്കുന്നുണ്ട്. സോ ഈ ഓൺലൈൻ ബിൽ പേയ്മെന്റോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഡോക്യുമെന്റ് സബ്മിഷൻ ഒക്കെ പോലെയുള്ള സർവീസസ് എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് ടൈമിനെ ആണെന്നുണ്ടെങ്കിലും എഫേർട്ടിനെ ആണെന്നുണ്ടെങ്കിലും സേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ടൈമും എഫേർട്ടും അപ്പൊ ഇവിടെ എന്തായി, സേവ് ആയിട്ടുണ്ട്. നമ്മളൊരു എക്സാമ്പിൾ എടുക്കുവാണ്. അതായത് ഈ ടാക്സസോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബിൽസ് ഒക്കെ, ടാക്സസ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബിൽസ് നമ്മൾ ഓൺലൈൻ ആയിട്ട്, അതായത് അവിടെ ഓഫീസിൽ വിസിറ്റ് ചെയ്തിട്ട് ഓഫീസിൽ പോയിട്ട് ബില്ല് ഡയറക്റ്റ് ആയിട്ട് പേ ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ടാക്സസോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബിൽസോ ഓൺലൈൻ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പേ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് എഫിഷ്യൻസി. ഓക്കെ, നെക്സ്റ്റ് വി മൂവിങ് ഓൺ ടു അക്കൗണ്ടബിലിറ്റി. എന്താ ഈ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്? ഈ എല്ലാ ഓൺലൈൻ ട്രാൻസാക്ഷനും, നമ്മളിപ്പോ ഏതൊരു ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞിട്ടാകുമ്പോൾ അത് റെക്കോർഡഡും ആണ്, അതേപോലെ തന്നെ ടൈം സ്റ്റാമ്പ്ഡും ആണ്. അതായത് നമ്മളിപ്പോ ഏതൊരു ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നീട് നമുക്കത് കാണണം എന്നുണ്ടെങ്കിൽ അത് റെക്കോർഡഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും, റൈറ്റ്? സോ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആര് ഏത് ടാസ്ക് എപ്പോഴൊക്കെ ഹാൻഡിൽ ചെയ്ത് എന്നുള്ളത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഈ ഗവൺമെന്റ് ഒഫീഷ്യൽസിന് can be held responsible for mistakes or delays. Government officials can be held responsible for mistakes or delays. സോ ഇത് ഇങ്ങനെ ചെയ്യുന്നത് വഴി അവിടെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തിട്ട് പെർഫോമൻസ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇതാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ആക്സസിബിലിറ്റി. എന്താണ് ഈ ആക്സസിബിലിറ്റി എന്ന് പറയുന്നത്? ഈ സർവീസുകളൊക്കെ തന്നെ ഏത് ടൈം, അതായത് 24/7 ഏത് ടൈമും എപ്പോൾ വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും ഈ സർവീസുകളൊക്കെ തന്നെ അവൈലബിൾ ആയിരിക്കും. അതായത് നമ്മളൊരു ഫോൺ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്നും ഓൺലൈൻ ആയിട്ടുള്ള പേയ്മെന്റ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, റൈറ്റ്? അപ്പൊ സിറ്റിസൺസിന് ഈ ഓഫീസുകളിൽ വിസിറ്റ് ചെയ്യേണ്ടതായിട്ട്, അതായത് ഈ ഒരു ഓൺലൈൻ നമുക്കിപ്പോൾ ഒരു ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യണം എന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ ആ ഒരു ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഫിസിക്കലി ആ ഒരു ഓഫീസ് വിസിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല, റൈറ്റ്? അപ്പൊ സിറ്റിസൺസിന് no longer need to visit office physically. ഇത് എന്തിനു സഹായിക്കുന്നുണ്ട്? ഈ റൂറൽ ഏരിയയിൽ ഉള്ളതാണെന്നുണ്ടെങ്കിലും റിമോട്ട് ഏരിയയിൽ ഉള്ളതാണെന്നുണ്ടെങ്കിലും, അപ്പൊ ഈ റൂറലും റിമോട്ട് ഏരിയയിൽ അകത്തുള്ള ആളുകൾക്ക് ഗവൺമെന്റ് സർവീസുകൾ വളരെ ഈസി ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഈ ഫാമേഴ്സ് ഒക്കെ ലാൻഡ് റെക്കോർഡ്സ് ഓൺലൈൻ ആയിട്ട് സ്റ്റേറ്റ് പോർട്ടൽസിലൂടെ ഒക്കെ ചെക്ക് ചെയ്യുന്നത് ഇസ് എൻ എക്സാമ്പിൾ. സോ ആക്സസിബിലിറ്റി.
Now we moving on to participation. Okay, participation. E-governance ഈ ഗവൺമെന്റ് ആക്ടിവിറ്റീസിന്റെ അകത്തുള്ള സിറ്റിസൺസിന്റെ പാർട്ടിസിപ്പേഷൻ. ഓക്കെ, അതായത് നമ്മളിപ്പോ ഒരു ഗവൺമെന്റ് ആക്ടിവിറ്റിയിലുള്ള ഒരു സിറ്റിസന്റെ പാർട്ടിസിപ്പേഷന് ഈ ഗവേണൻസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ പീപ്പിളിന് എന്തെങ്കിലും ഫീഡ്ബാക്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഫീഡ്ബാക്സ് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാം. ഇനി എന്തെങ്കിലും സജഷൻസ് ആണെന്നുണ്ടെങ്കിലും അതും ഓൺലൈൻ പോർട്ടലിലൂടെ ഷെയർ ചെയ്യാൻ. അതായത് പീപ്പിളിന് ഇപ്പൊ എന്തെങ്കിലും ഫീഡ്ബാക്ക് ആണെന്നുണ്ടെങ്കിലും കംപ്ലൈൻസ് ആണെന്നുണ്ടെങ്കിലും ഈവൻ സജഷൻസ് ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ഓൺലൈൻ പോർട്ടൽസിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് ഈ ഡെമോക്രസി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഡെമോക്രസി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് സിറ്റിസൺസിന് ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വോയിസ് അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഡെമോക്രസി എന്ന് പറയുന്നത് എന്താ? ഈ ഡെമോക്രസി സപ്പോർട്ട് ചെയ്തിട്ട് സിറ്റിസൺസിന് ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വോയിസ് അവിടെ കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഓൺലൈൻ ഗ്രീവിയൻസ് റിഡ്രസൽ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് ഫോം. ഓക്കെ, ഇതാണ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. Now we moving on to cost effectiveness. എന്താണ് ഈ കോസ്റ്റ് എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്? ഈ ഡിജിറ്റൽ സിസ്റ്റം എന്ത് റിഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഈ ഒരു പേപ്പറിന്റെ ആവശ്യകത കുറയ്ക്കുന്നുണ്ട്. പോസ്റ്റേജിന്റെ, അതായത് ഈ ഡിജിറ്റൽ സിസ്റ്റം എടുത്ത് കഴിഞ്ഞിട്ടാകുമ്പം നമുക്ക് അവിടെ പേപ്പറിന്റെ ആവശ്യകതയില്ല, അതുപോലെ തന്നെ പോസ്റ്റേജിന്റെ ആവശ്യകതയില്ല, അതുപോലെ നമ്മൾ ഫിസിക്കലി ഒരു ഓഫീസ് വിസിറ്റ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമില്ല. സോ ഒരു ഓഫീസിന്റെ തന്നെ ആവശ്യം അവിടെ വരുന്നില്ല. സോ ഈ ഒരു ഡിജിറ്റൽ സിസ്റ്റം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുവഴി നമുക്ക് അവിടെ ടൈം സേവ് ചെയ്യാനും അതുപോലെ തന്നെ മണി ആണെന്നുണ്ടെങ്കിലും റിസോഴ്സസ് ആണെന്നുണ്ടെങ്കിലും ടൈമും മണിയും റിസോഴ്സസും ഒക്കെ എന്ത് ചെയ്യാം? ബോത്ത് സിറ്റിസൺസിനും അതുപോലെ തന്നെ ഗവൺമെന്റിനും. സിറ്റിസന്റെ കേസ് ആണെന്നുണ്ടെങ്കിലും ഗവൺമെന്റിന്റെ കേസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് കുറക്കാനായിട്ട് അല്ലെങ്കിൽ സേവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുവഴി ഇത് എന്ത് ഉറപ്പ് വരുത്തുന്നുണ്ട്? ബെറ്റർ സർവീസ് ഡെലിവറി. അതായത് വളരെ ചെറിയ കോസ്റ്റിൽ തന്നെ ബെറ്റർ സർവീസ് ഡെലിവറി, ബെറ്റർ ആയിട്ടുള്ള ഒരു സർവീസ് അവിടെ നമുക്ക് ഉറപ്പ് വരുത്തുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഈ ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ, അതായത് നമ്മൾ പ്രിന്റ് ചെയ്യുന്നതിന് പകരം ഇപ്പൊ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്സ് ആണ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ പ്രിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു എമൗണ്ട് അവിടെ ആവശ്യമാണ്, റൈറ്റ്? സോ ഈ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യുന്നത് വഴി ആ ഒരു പ്രിന്റ് ചെയ്യുന്ന എമൗണ്ട് എന്ത് ചെയ്യും? നമുക്ക് അവിടെ ലാഭാവുന്നുണ്ട്, റൈറ്റ്? സോ ഇതാണ് കോസ്റ്റ് എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. നൗ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന എന്താ? ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇ ഗവേണൻസ് ആയിരുന്നു, റൈറ്റ്? നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു സ്കോപ്പ് ഓഫ് ഇ ഗവേണൻസ്. എന്തൊക്കെയാണ് ഇ ഗവേണൻസിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഗവൺമെന്റ് ടു സിറ്റിസൺ, ദാറ്റ് ഇസ് G2C ആണ്. ഓക്കെ, ഗവൺമെന്റ് ടു സിറ്റിസൺ, ദാറ്റ് ഇസ് G2C. ഇവിടെ എന്ന് പറഞ്ഞാല് ഗവൺമെന്റും അതുപോലെ തന്നെ സിറ്റിസണും, ഓക്കെ, ഗവൺമെന്റും അതേപോലെ തന്നെ സിറ്റിസന്റെയും ഇടയില് ഡയറക്റ്റ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഓൺലൈൻ ആയിട്ടുള്ള പേയ്മെന്റ്, അതായത് നമ്മളിപ്പോ ടാക്സസ് ഒക്കെ ഓൺലൈൻ ആയിട്ട് പേ ചെയ്യുന്നത് അതെന്താ? ഡയറക്റ്റ് ഗവൺമെന്റ് സിറ്റിസണുമായിട്ടുള്ള ഇന്ററാക്ഷൻ ആണ്, റൈറ്റ്? അതുപോലെ തന്നെ ഇപ്പൊ റേഷൻ കാർഡ് സർവീസസ്, ഈ സേവാ സെന്റേഴ്സ് ഒക്കെ എന്താ? ഈ ഒരു ഗവൺമെന്റ് ടു സിറ്റിസൺ അഥവാ G2Cക്ക് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് വി മൂവിങ് ഓൺ ടു ഗവൺമെന്റ് ടു ബിസിനസ്, ദാറ്റ് ഇസ് G2B. ഓക്കെ, ഗവൺമെന്റ് ടു ബിസിനസ്. ഇവിടെ എന്ന് പറഞ്ഞാല് ഗവൺമെന്റും അതുപോലെ തന്നെ ഒരു പ്രൈവറ്റ് കമ്പനിന്റെയും ഇടയിൽ നടക്കുന്ന ഇന്ററാക്ഷൻ, ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് കമ്പനീസിന്റെ ഇടയിൽ നടക്കുന്ന ഇന്ററാക്ഷൻ ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഓൺലൈൻ ടെൻഡറിങ്, ബിസിനസ് രജിസ്ട്രേഷൻസ്, കംപ്ലൈന്റ്സ് ഫയലിംഗ് ഒക്കെ എന്താ? ഈ ഒരു ഗവൺമെന്റ് ടു ബിസിനസ് അഥവാ G2Bക്ക് എക്സാമ്പിൾ ആണ് നമ്മൾ പറയാം. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഗവൺമെന്റ് ടു ഗവൺമെന്റ്, ദാറ്റ് ഇസ് G2G. ഇവിടെയുള്ള കമ്മ്യൂണിക്കേഷൻ, ഇവിടെ ആരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത്? ഗവൺമെന്റ് ടു ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എന്താ? ഡിഫറെന്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. ഓക്കെ, പലതരത്തിലുള്ള ഗവൺമെന്റ് ഡിപ്പാർട്ട്സുകൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അവര് തമ്മിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ഗവൺമെന്റ് ടു ഗവൺമെന്റ് അഥവാ G2G എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ഡേറ്റ ഷെയറിങ്, ഓക്കെ, ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ഡേറ്റ ഷെയറിങ്, അതുപോലെ തന്നെ ഡിജിറ്റൽ ഫയൽ മൂവ്മെന്റ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഓക്കെ അല്ലേ?
Next is government to employee, that is G2E. Okay, government to employee. ഇവിടെ സർവീസസ്, അതായത് ഗവൺമെന്റ് അവരുടെ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ്, ഗവൺമെന്റ് അവരുടെ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിനെയാണ് ഗവൺമെന്റ് ടു എംപ്ലോയി എന്ന് പറയുന്നത്. അതായത് ഈ ഓൺലൈൻ പേ റോൾസ്, അറ്റൻഡൻസ്, പെൻഷൻ മാനേജ്മെന്റ്, ദീസ് ഓൾ ആർ ദ എക്സാമ്പിൾസ് ഫോർ ഗവൺമെന്റ് ടു എംപ്ലോയി. നെക്സ്റ്റ് സിറ്റിസൺ ടു ഗവൺമെന്റ്, ദാറ്റ് is C2G. സിറ്റിസൺസ് പ്രൊവൈഡ് ഫീഡ്ബാക്സ്, ഗ്രീവിയൻസ് അല്ലെങ്കിൽ സജഷൻസ്. അതായത് ഈ ഓൺലൈൻ പോർട്ടലുകളിലൂടെ സിറ്റിസൺസ് ഫീഡ്ബാക്ക് ആണെന്നുണ്ടെങ്കിലും ഗ്രീവിയൻസ് ആണെന്നുണ്ടെങ്കിലും ഈവൻ സജഷൻസ് ആണെന്നുണ്ടെങ്കിലും പോലും എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് is സിറ്റിസൺസ് ടു ഗവൺമെന്റ്. സോ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു ടോപ്പിക് എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. സ്കോപ്പ് ഓഫ് ഇ ഗവേണൻസ്: ഗവൺമെന്റ് ടു സിറ്റിസൺ, ഗവൺമെന്റ് ടു ബിസിനസ്, ഗവൺമെന്റ് ടു ഗവൺമെന്റ്, ഗവൺമെന്റ് ടു എംപ്ലോയി, ആൻഡ് ദ ലാസ്റ്റ് is സിറ്റിസൺ ടു ഗവൺമെന്റ്. ഓക്കെ, നെക്സ്റ്റ് വി മൂവിങ് ഓൺ ടു ബെനിഫിറ്റ്സ് ഓഫ് ഇ ഗവേണൻസ്. എന്തൊക്കെയാണ് ഇ ഗവേണൻസിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്? ഹിയർ വി ഹാവ് ഇംപ്രൂവ്ഡ് സർവീസ് ഡെലിവറി, ട്രാൻസ്പെറൻസി ആൻഡ് റിഡക്ഷൻ ഇൻ കറപ്ഷൻ, എംപവർമെന്റ് ഓഫ് സിറ്റിസൺസ്, എക്കണോമിക് ഡെവലപ്മെന്റ്, reduced bureaucracy, environmental benefits, inclusivity. So ഇതൊക്കെ എന്താണ്? ഇതൊക്കെയാണ് ഈ ഗവേണൻസിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. സോ ലെറ്റ് us discuss each one in detail. First we will start with improved service delivery. എന്താണ് ഇംപ്രൂവ്ഡ് സർവീസ് ഡെലിവറി എന്ന് പറയുന്നത്? ഗവൺമെന്റ് സർവീസസ് ഒക്കെ തന്നെ വളരെ വേഗതയോട് കൂടിയിട്ടും അതുപോലെ തന്നെ വളരെ ആക്യുറേറ്റ് ആയിട്ടും വളരെ എഫിഷ്യന്റ് ആയിട്ടും ആയിരിക്കും ഓൺലൈൻ സിസ്റ്റത്തിലൂടെ ഡെലിവറി ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ഈ പീപ്പിളിന്, ഓക്കെ, ആൾക്കാർക്ക് സർവീസസ് ഒക്കെ അതായത് പീപ്പിൾ ക്യാൻ അപ്ലൈ ഫോർ സർവീസസ്, പീപ്പിളിന് സർവീസസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ പേയ്മെന്റ് നടത്താനായിട്ട് പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ എപ്പോൾ വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഈ ആൾക്കാർക്ക് സർവീസസ് അപ്ലൈ ചെയ്യാനായിട്ടും പേയ്മെന്റ് ചെയ്യാനായിട്ടും ഡോക്യുമെന്റ്സ് എവിടെ നിന്നും എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാനായിട്ടും പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുവാണ്. നമ്മൾ പാസ്പോർട്ടിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്, അതുപോലെ തന്നെ ടാക്സസ് ഒക്കെ ഓൺലൈനായിട്ട് പേ ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഒരു ഗവൺമെന്റ് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ഓൺലൈനായിട്ട് ഇപ്പോഴേ ബുക്ക് ചെയ്യാനായിട്ട് പറ്റും, റൈറ്റ്? ഇതൊക്കെ എന്താ, ഇതിന് എക്സാമ്പിൾ ആണ്. സോ ഇംപ്രൂവ്ഡ് സർവീസ് ഡെലിവറി നമുക്ക് പറയാം. ഓക്കെ, next is transparency and reduction in corruption. Okay, transparency and reduction in corruption. ഈ റെക്കോർഡ്സ് എല്ലാം തന്നെ ഡിജിറ്റലി വെക്കുന്നത് കൊണ്ട്, റെക്കോർഡ്സ് എല്ലാം നമുക്കറിയാം ഡിജിറ്റലി ആയിരുന്നു ഇവിടെ കീപ്പ് ചെയ്യുന്നുണ്ടാവുക. സോ ഈ ഡിജിറ്റലി ഈ റെക്കോർഡ്സ് എല്ലാം ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ബ്രൈബറിയുടെ ചാൻസസ് വളരെ കുറവായിരിക്കും. മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ബ്രൈബറി ചെയ്യാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പൊ ഈ സിറ്റിസൺസിന് അവരുടെ ആപ്ലിക്കേഷൻ പ്രോഗ്രസ്, അതായത് അവരൊരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രോഗ്രസ്സസ് ഉണ്ടാവും. അത് എന്താണ്, അതായത് അത് പ്രോസസ്സ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതെന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സിറ്റിസൺസിന് കാണാനും അവരുടെ റിക്വസ്റ്റിന്റെ സ്റ്റേറ്റസിനെ കുറിച്ചിട്ട് അറിയാനായിട്ടും പറ്റുന്നുണ്ട്. സോ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാം. ഓക്കെ, അവിടെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും അതുവഴി ഗവൺമെന്റ് ഓഫീസിന്റെ അകത്തുള്ള കറപ്ഷൻ റിഡ്യൂസ് ചെയ്യാനായിട്ടും പറ്റുന്നുണ്ട്. അവിടെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തിട്ട് ഗവൺമെന്റ് ഓഫീസിലുള്ള കറപ്ഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ദാറ്റ് ഈസ് ട്രാൻസ്പെറൻസി ആൻഡ് റിഡക്ഷൻ ഇൻ കറപ്ഷൻ. അതായത് മുഴുവനും ട്രാൻസ്പെറന്റ് ആയിരിക്കും. അതായത് ഒരു സിറ്റിസൺസിന് എല്ലാ കാര്യങ്ങളും ട്രാൻസ്പെറന്റ് ആയിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, നൗ എംപവർമെന്റ് ഓഫ് സിറ്റിസൺസ്. ഓക്കെ, എംപവർമെന്റ് ഓഫ് സിറ്റിസൺസ് അതായത് ഈ ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഗവൺമെന്റ് ഇൻഫോർമേഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ, അതായത് ഇപ്പൊ ഗവൺമെന്റ് ഇൻഫോർമേഷൻസ് ആണെന്നുണ്ടെങ്കിലും അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ ആണെന്നുണ്ടെങ്കിലും ആൾക്കാർക്ക്, ഓക്കെ, പീപ്പിൾസിന് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ
ഇത് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ കൺട്രോളും ഓക്കെ ഗിവ് ദം മോർ കൺട്രോൾ, കൂടുതൽ കൺട്രോളും തരുന്നുണ്ട്. അതേപോലെ തന്നെ പാർട്ടിസിപ്പേഷൻ, ഈ ഗവേണൻസിന്റെ അകത്തുള്ള പാർട്ടിസിപ്പേഷൻ ഇതുവഴി നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സിറ്റിസൺസിന് കംപ്ലൈൻസ് ഫയൽ ചെയ്യാനായിട്ട് പറ്റും. സിറ്റിസൺസിന് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലൈൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഫയൽ ചെയ്യാം. അതുപോലെ തന്നെ ഫീഡ്ബാക്സ്, അവർക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് കൊടുക്കാം. അതുപോലെ തന്നെ വെൽഫെയർ സ്കീംസ് ഒക്കെ ഓൺലൈൻ ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാനായിട്ടും പറ്റുന്നുണ്ട്. ഇതാണ് എംപവർമെന്റ് ഓഫ് സിറ്റിസൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? Now let's move on to economic development. എന്താ ഈ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? ഈ ഗവേണൻസ് ഈ ബിസിനസ് പ്രോസസ്സസ് ഒക്കെ ഉണ്ടല്ലോ അതിനെ സിംപ്ലിഫൈ ചെയ്യും. അതായത് ഈ ബിസിനസ് പ്രോസസ്സസ് എന്ന് പറയുന്നത് എന്തൊക്കെയാ, ഈ കമ്പനി രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ ഒരു ടാക്സ് ഫയലിംഗ്, getting licenses, these all are the business processes, right? So ഈ കമ്പനി രജിസ്ട്രേഷനും ടാക്സ് ഫയലിങ്ങും ഗെറ്റിംഗ് ലൈസൻസ് കിട്ടുന്നതൊക്കെ പോലെയുള്ള ബിസിനസ് പ്രോസസ്സുകള് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗവേണൻസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഈ ഓൺലൈൻ അപ്രൂവൽസും അതുപോലെ തന്നെ പേപ്പർലെസ് സിസ്റ്റംസും എന്റർപ്രിനർഷിപ്പിനെയും ഇൻവെസ്റ്റ്മെന്റിനെയും എൻകറേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഓൺലൈൻ അപ്രൂവൽസ് ആണെന്നുണ്ടെങ്കിലും, അതായത് നമ്മൾ ഇവിടെ ഓൺലൈൻ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും അപ്രൂവ് ചെയ്യുന്നത്, റൈറ്റ്? അതുപോലെ തന്നെ ഇത് പേപ്പർലെസ് സിസ്റ്റം, അതായത് നമ്മൾ ഇവിടെ പേപ്പറുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ ഡിജിറ്റലി ആണ് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, നടത്തുന്നത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങള് എന്റർപ്രിനർഷിപ്പിനെയും ഇൻവെസ്റ്റ്മെന്റിനെയും എൻകറേജ് ചെയ്യുന്നുണ്ട് എന്നാ പറഞ്ഞത്. സോ ഇങ്ങനെ ചെയ്യുന്നത് വഴി ഈ ഓവറോൾ എക്കണോമിക് ഗ്രോത്തിനെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് പറയാം. ഓക്കെ, this is economic development. Now we moving on to reduced bureaucracy. Reduced bureaucracy എന്ന് പറയുന്നത് ഇത് അൺനെസസറി ആയിട്ടുള്ള ഇന്റർമീഡിയറീസ് ഉണ്ടാവും. സോ അങ്ങനെയുള്ള അൺനെസസറി, അതായത് നമുക്ക് ആവശ്യമില്ലാത്ത ഇന്റർമീഡിയറീസിനെ റിമൂവ് ചെയ്തിട്ട്, ഓക്കെ, അൺനെസസറി ആയിട്ടുള്ള ഇന്റർമീഡിയറീസ് റിമൂവ് ചെയ്തിട്ട് പ്രോസസ്സ് ഡയറക്റ്റും അതുപോലെ തന്നെ ഫാസ്റ്ററും ആക്കുന്നുണ്ട്. ഓക്കെ, പ്രോസസ്സ് ഡയറക്റ്റും അതേപോലെ തന്നെ ഫാസ്റ്ററും ആക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് ഈ സിറ്റിസൺസിന് ഡയറക്റ്റ് ആയിട്ട് തന്നെ, അതായത് നമ്മളിപ്പോ ഒരു ഓഫീസിലോട്ട് പോവാതെ, ഒരു ഫിസിക്കൽ ഓഫീസിലോട്ടേക്ക് നമ്മൾ പോവാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗവൺമെന്റ് പോർട്ടൽസുമായിട്ട് സിറ്റിസൺസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് വഴി എന്തിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്, ദിസ് ലീഡ് ടു ക്വിക്കർ ഡിസിഷൻ ആൻഡ് ലെസ് റെഡ് ടേപ്പ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ക്വിക്കർ ഡിസിഷൻ ആൻഡ് ലെസ് റെഡ് ടേപ്പ്, റെഡ്യൂസ്ഡ് ബ്യൂറോക്രസി പറഞ്ഞു. നെക്സ്റ്റ്, എൻവയൺമെന്റൽ ബെനിഫിറ്റ്സ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എൻവയൺമെന്റിനും ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് എന്നാ പറയുന്നത്. എന്തായിരിക്കും എൻവയൺമെന്റിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്? സിൻസ് ഈ എല്ലാം തന്നെ വർക്ക് ചെയ്യുന്നത്, ഇവിടെ ഈ ഒരു ഗവേണൻസിന്റെ അകത്ത് എല്ലാം തന്നെ നടക്കുന്നത് ഡിജിറ്റലി ആണ് നമ്മൾ പറഞ്ഞു, റൈറ്റ്? ഏതൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്, ടാക്സ് പേ ചെയ്യുന്നത്, എന്ത് ഇപ്പൊ ബില്ലാണെന്നുണ്ടെങ്കിലും ഇവൻ എന്തൊരു കാര്യമാണെന്നുണ്ടെങ്കിലും ഇവിടെ വർക്ക്സ് ഒക്കെ നടക്കുന്നത് ഡിജിറ്റലി ആണ് നമ്മൾ പറഞ്ഞു. സോ ഇത് ഡിജിറ്റലി നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ പേപ്പർ ഒക്കെ യൂസ് ചെയ്യുന്നതുണ്ടല്ലോ അത് കുറക്കാനായിട്ടും, അതായത് നമുക്കിപ്പോ പേപ്പേഴ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഫിസിക്കലി നമ്മളൊരു ഗവൺമെന്റ് ഓഫീസിലോട്ടേക്ക് ട്രാവൽ ചെയ്ത് പോവേണ്ടതായിട്ടുള്ള ആവശ്യവും വരുന്നില്ല. സോ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പേപ്പറിന്റെ യൂസും ആ ഒരു ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈം, കോസ്റ്റ് ഒക്കെ തന്നെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത് നമ്മൾ പേപ്പർ യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ട്രീസിനെ സേവ് ചെയ്തിട്ട് അതുപോലെ തന്നെ ട്രാവൽ ചെയ്യാത്തത് വഴി നമുക്ക് പോപ്പുലേഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ടും പറ്റുന്നുണ്ട്. സോ സേവിങ് ട്രീസ് ആൻഡ് റെഡ്യൂസിങ് പോപ്പുലേഷൻ. സോ ഈ ഗവേണൻസ് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് പറയാം. ഓക്കെ, ഈ ഗവേണൻസ് സപ്പോർട്ട് എക്കോ ഫ്രണ്ട്ലി അഡ്മിനിസ്ട്രേഷൻ. Next is inclusivity. Okay, inclusivity.
ഈ ഗവേണൻസ് എല്ലാ സിറ്റിസൺസും ഈ ഗവേണൻസ് എന്തുറപ്പ് വരുത്തുന്നുണ്ട്? എല്ലാ സിറ്റിസൺസും, അതായത് എല്ലാ സിറ്റിസൺസ് എന്ന് പറയുന്നത് എന്താ? റൂറൽ ഏരിയയിലാണെങ്കിലും റിമോട്ട് ഏരിയയിലാണെങ്കിലും, അതായത് റൂറൽ ഏരിയയിലും റിമോട്ട് ഏരിയയിലും എല്ലാം ഉൾപ്പെടെയുള്ള എല്ലാ സിറ്റിസൺസിനും സർവീസസ് ഒക്കെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളത് ഈ ഗവേണൻസ് ഉറപ്പ് വരുത്തുന്നുണ്ട്. ഓക്കെ, റൂറലിലും റിമോട്ട് ഏരിയയിലാണെന്നുണ്ടെങ്കിലും എല്ലാ സിറ്റിസൺസിനും സർവീസസ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളത് ഈ ഗവേണൻസ് ഉറപ്പ് വരുത്തുന്നുണ്ട്. സോ ഈ മൊബൈൽ ആപ്സും അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള സർവീസ് സെന്റേഴ്സിലൂടെ, മൊബൈൽ ആപ്സ് ആൻഡ് കോമൺ സർവീസ് സെന്റേഴ്സിലൂടെ ആൾക്കാർക്ക് ഹെൽപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അതായത് ഇവൻ വിത്തൗട്ട് കമ്പ്യൂട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ഈ മൊബൈൽ ആപ്സിലൂടെയും അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള സർവീസ് സെന്ററുകളിലൂടെയും ആൾക്കാർക്ക് എന്ത് കിട്ടുന്നുണ്ട്? സഹായങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ബ്രിഡ്ജസ് ദ ഡിജിറ്റൽ ഡിവൈഡ് ആൻഡ് പ്രൊമോട്ട് ഈക്വാലിറ്റി. This bridges the digital divide and promote equality നമ്മൾ പറയാം. That is inclusivity. Is it clear? ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിന്റെ ഔട്ട്കംസ്, അതായത് ഈ ഗവേണൻസിന്റെ അകത്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്കംസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദ ഔട്ട്കംസ് ഓഫ് ഇ ഗവേണൻസ്. ഹിയർ വി ഹാവ് എഫിഷ്യന്റ് ഗവൺമെന്റ് ഫങ്ഷനിങ്, എൻഹാൻസ്ഡ് ട്രസ്റ്റ് ബിറ്റ്വീൻ സിറ്റിസൺസ് ആൻഡ് ഗവൺമെന്റ്. സോ ഇതാണ് ഇതിന്റെ ഔട്ട്കംസ് എന്ന് പറയുന്നത്, റൈറ്റ്? ഫസ്റ്റ് ഓഫ് ഓൾ, എഫിഷ്യന്റ് ഗവൺമെന്റ് ഫങ്ഷനിങ്. എന്താണ് ഈ എഫിഷ്യന്റ് ഗവൺമെന്റ് ഫങ്ഷനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഡിജിറ്റൽ സിസ്റ്റംസ്, ഡിജിറ്റൽ സിസ്റ്റംസ് ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്നതും അതുപോലെ തന്നെ ഒരു ഫയൽ മൂവ് ചെയ്യുന്നത്, ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്നത്, ഫയല് മൂവ് ചെയ്യുന്നതും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ തന്നെ വളരെ വേഗത കൂടിയതും കൂടുതൽ റിലയബിളും ആക്കുന്നുണ്ട്. ഓക്കെ, ഡിജിറ്റൽ സിസ്റ്റംസ് ഡേറ്റ ഹാൻഡ്ലിംഗ് ആണെന്നുണ്ടെങ്കിലും ഫയൽ മൂവ്മെന്റ് ആണെന്നുണ്ടെങ്കിലും കമ്മ്യൂണിക്കേഷൻ ആണെന്നുണ്ടെങ്കിലും വളരെ വേഗത കൂടിയതും കൂടുതൽ റിലയബിളും ആക്കുന്നുണ്ട്. അപ്പൊ ഈ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ തന്നെ, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാം ഒരു കോർഡിനേറ്റഡും അതുപോലെ തന്നെ എഫിഷ്യന്റ് ആയിട്ടുള്ള വേയിലാണ് വർക്ക് ചെയ്യുന്നത്. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് വളരെ കോർഡിനേറ്റ് ആയിട്ട്, അത് വളരെ പ്ലാൻഡ് ആയിട്ട്, വളരെ കോർഡിനേറ്റ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടുള്ള വേയിലായിരിക്കും ഈ ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് എല്ലാം തന്നെ വർക്ക് ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രേറ്റർ സിറ്റിസൺ സാറ്റിസ്ഫാക്ഷൻ ആണ്. ഓക്കെ, ഗ്രേറ്റർ സിറ്റിസൺ സാറ്റിസ്ഫാക്ഷൻ, അതായത് വളരെ ക്വിക്കും ട്രാൻസ്പെറന്റും, ക്വിക്കും ട്രാൻസ്പെറന്റും വളരെ ഈസി ആയിട്ടുള്ള സർവീസുകൾ എന്താക്കുന്നുണ്ട്? സിറ്റിസൺസിന് വളരെ സന്തോഷവാന്മാരും അതുപോലെ തന്നെ കൂടുതൽ കോൺഫിഡന്റും, നമ്മൾ ഈ ഒരു ഗവൺമെന്റ് പോർട്ടൽസ് യൂസ് ചെയ്യുന്നതിൽ വളരെ ഹാപ്പിയറും അതുപോലെ തന്നെ കൂടുതൽ കോൺഫിഡന്റും ആക്കുന്നുണ്ട്. എങ്ങനെയുള്ള ഇത്? വളരെ ക്വിക്കും ട്രാൻസ്പെറന്റും അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള സർവീസസ്, അതായത് നമ്മളിപ്പോൾ പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, ട്രാൻസ്പെറന്റ് ആണ്, ഈസി ആയിട്ടുള്ള സർവീസുകളൊക്കെ തന്നെ ഈ ഗവൺമെന്റ് പോർട്ടൽസ് നമ്മൾ ഈ സിറ്റിസൺസ് യൂസ് ചെയ്യുന്നതിൽ വളരെ ഹാപ്പിയറും കൂടുതൽ കോൺഫിഡന്റും ആക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇസ് എൻഹാൻസ്ഡ് ട്രസ്റ്റ്. എൻഹാൻസ്ഡ് ട്രസ്റ്റ് ബിറ്റ്വീൻ സിറ്റിസൺസ് ആൻഡ് ഗവൺമെന്റ്. ഈ സിറ്റിസണും ഗവൺമെന്റും തമ്മിലുള്ള ആ ഒരു ട്രസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു സിറ്റിസൺസ്, നമ്മളിപ്പോ സിറ്റിസൺസ് ക്ലിയർ ആയിട്ടും ടൈംലിയും ഹോണസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട്, ക്ലിയറും ടൈംലിയും ഹോണസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കാണുന്നത് അവര് വെൻ സിറ്റിസൺ സി, അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഒരു പബ്ലിക് ട്രസ്റ്റ്, ഗവേണൻസിന്റെ അകത്തുള്ള ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ, സിറ്റിസൺസിന് ആ ഒരു ഗവൺമെന്റിന്റെ അകത്തുള്ള ആ ഒരു ട്രസ്റ്റ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ബിൽഡ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം എന്താ? അവിടെ ക്ലിയറും ടൈംലിയും ഹോണസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ് കാണുന്നത് സിറ്റിസൺസ്. So next is better decision making through data analysis. Okay, better decision making through data analysis. ഈ ഗവൺമെന്റ്സിന് ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്യാനും അതുപോലെ തന്നെ അനലൈസ് ചെയ്യാനും, അതായത് ഇപ്പോൾ പോളിസീസ് പ്ലാൻ ചെയ്യാനും
ഇൻഫോംഡ് ഡിസിഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും. ഓക്കെ, അതായത് ഈ ഗവൺമെന്റ്സിന് ഡേറ്റാസ് ഒക്കെ തന്നെ കളക്ട് ചെയ്യാനും അനലൈസ് ചെയ്യാനും, ഓക്കെ, കളക്ട് ചെയ്യാനും അനലൈസ് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഗവൺമെന്റ്സിന് ഇപ്പൊ ഡേറ്റാസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യാനും അത് അനലൈസ് ചെയ്യാനായിട്ടും പറ്റുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? പോളിസീസ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഇൻഫോംഡ് ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ എടുക്കുവാണ്. ഈ ഓൺലൈൻ്റെ അകത്തുനിന്ന് വരുന്ന ഡേറ്റാസ്, ഓൺലൈൻ്റെ അകത്തുനിന്ന് വരുന്ന ഡേറ്റാസ്, അതായത് ഈ ഡേറ്റാസ് ഫ്രം ഓൺലൈൻ ഹെൽത്ത് സിസ്റ്റം, ഈ ഓൺലൈൻ ഹെൽത്ത് സിസ്റ്റത്തിന്റെ അകത്തുനിന്ന് വരുന്ന ഡേറ്റാസിന് ഡിസീസസ് ഒക്കെ ട്രാക്ക് ചെയ്യാനും ഹെൽത്ത് കെയർ പ്ലാൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ടും പറ്റുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മളിപ്പോ എന്തെങ്കിലും ഡിസീസസ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ട്രാക്ക് ചെയ്യാനും ആ ഒരു ഹെൽത്ത് കെയർ പ്ലാൻസ് കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്യാനായിട്ടും പറ്റുന്നുണ്ട്. സോ ഡേറ്റ ഫ്രം ഓൺലൈൻ ഹെൽത്ത് സിസ്റ്റം ക്യാൻ ഹെൽപ്പ് ഇൻ ട്രാക്കിംഗ് ഡിസീസസ് ആൻഡ് ഇംപ്രൂവിംഗ് ഹെൽത്ത് കെയർ പ്ലാൻസ് നമുക്ക് പറയാം. നെക്സ്റ്റ് ഇസ് പില്ലേഴ്സ് ഓഫ് ഇ ഗവേണൻസ്. എന്താണ് ഇത്? ഇമ്പോർട്ടൻ്റ് ആണ്. പില്ലേഴ്സ്, ഇ ഗവേണൻസിന്റെ പില്ലേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 4 എണ്ണത്തിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, ഇ ഗവേണൻസ് റെസ്റ്റ് ഓൺ 4 പില്ലേഴ്സ്. എന്തൊക്കെയാണ് 4 പില്ലേഴ്സ് എന്ന് പറയുന്നത്? പീപ്പിൾ, പ്രോസസ്, ടെക്നോളജി, റിസോഴ്സസ്. ദീസ് 4 ആർ ദ പില്ലേഴ്സ് ഓഫ് ഇ ഗവേണൻസ് നമുക്ക് പറയാം. പീപ്പിൾ, പ്രോസസ്, ടെക്നോളജി, റിസോഴ്സസ്. അപ്പൊ ഫസ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് ദ പീപ്പിൾ. പീപ്പിൾ എന്ന് പറയുന്ന സമയത്ത് ഈ സിറ്റിസൺസും അതുപോലെ തന്നെ ഗവൺമെന്റ് ഒഫീഷ്യൽസും അതേപോലെ തന്നെ ഈ ഒരു ഗവൺമെന്റ് എക്കോ സിസ്റ്റത്തിന്റെ അകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരുപാട് മറ്റുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും. ഇവരൊക്കെ എന്താ? പീപ്പിൾ ആണ്. അതായത് ഇവൻ സിറ്റിസൺസ് ആണെന്നുണ്ടെങ്കിലും ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആണെന്നുണ്ടെങ്കിലും ഈ ഗവൺമെന്റ് എക്കോ സിസ്റ്റത്തിന്റെ അകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ള മറ്റുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും പീപ്പിൾ ആണ്. സോ ഈ പീപ്പിൾ എന്ന് പറയുന്നത് യൂസേഴ്സും ആവാം, അതുപോലെ തന്നെ ഈ സർവീസസിന്റെ പ്രൊവൈഡേഴ്സും ആവാം. യൂസേഴ്സും ആവാം, അതുപോലെ തന്നെ പ്രൊവൈഡേഴ്സ്, ഈ സർവീസസിന്റെ പ്രൊവൈഡേഴ്സും ആവാം. അപ്പൊ ഈ ഒരു സക്സസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡിജിറ്റൽ ലിറ്ററസിയും യൂസർ അവയർനെസ്സും ആണ്. സക്സസ് എന്തിലായിരിക്കും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക? ഡിജിറ്റൽ ലിറ്ററസിയും അതുപോലെ തന്നെ യൂസർ അവയർനെസ്സും ആണ്. സോ പീപ്പിൾ എന്ന് പറയുന്നത് എന്താ? ബോത്ത് യൂസേഴ്സും ആവാം, അതുപോലെ തന്നെ ഈ സർവീസസിന്റെ പ്രൊവൈഡേഴ്സും ആവാം. നമുക്ക് എക്സാമ്പിൾ എടുക്കാം, അപ്പൊ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവും, റൈറ്റ്? അതായത് ഈ സിറ്റിസൺസ് ഒക്കെ പോർട്ടൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഡിജി ലോക്കറും അതുപോലെ തന്നെ UMANG, ഇങ്ങനെയുള്ള പോർട്ടൽസ് സിറ്റിസൺസ് യൂസ് ചെയ്യുന്നുണ്ട്. ഡിജി ലോക്കർ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഡിജി ലോക്കറിലാണ് ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവരും ഡിജി ലോക്കർ യൂസ് ചെയ്യുന്നവരായിരിക്കും അല്ലെ. നമ്മളിപ്പം സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിജിറ്റലി നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ സിറ്റിസൺസ് ഈ പോർട്ടൽ ഡിജി ലോക്കർ അല്ലെങ്കിൽ UMANG ഒക്കെ പോലെയുള്ള പോർട്ടൽസ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഈ ഗവൺമെന്റ് എംപ്ലോയീസ് ഒക്കെ ഈ ഡിജിറ്റൽ വർക്ക് ഫ്ലോയിൽ ട്രെയിൻ ചെയ്തിട്ടുള്ള ഗവൺമെന്റ് എംപ്ലോയീസ് ഒക്കെ എന്താ? ഈ ഒരു പീപ്പിളിന് എക്സാമ്പിൾ ആണ് നമുക്ക് പറയാം. ഓക്കെ, സോ ഫസ്റ്റ് പില്ലർ നമ്മൾ ഡിസ്കസ് ചെയ്തു, ദാറ്റ് ഇസ് പീപ്പിൾ. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് പ്രോസസ്. ഓക്കെ, അടുത്തത് എന്ന് പറയുന്നത് എന്താ? പ്രോസസ് ആണ്. ഈ പ്രോസസ് എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങളുടെ ഒരു സെറ്റിനെയാണ് നമ്മൾ പ്രോസസ് എന്ന് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ്? പ്രൊസീജിയേഴ്സ്, വർക്ക് ഫ്ലോ, അതുപോലെ തന്നെ റൂൾസ്. അതായത് എങ്ങനെയാണ് ഒരു സർവീസ് ഡെലിവർ ചെയ്യേണ്ടതെന്ന് ഡിഫൈൻ ചെയ്യുന്ന റൂൾസ്, പ്രൊസീജിയർ, വർക്ക് ഫ്ലോസിന്റെ ഒക്കെ തന്നെ ഒരു സെറ്റിനെയാണ് നമ്മൾ പ്രോസസ് എന്ന് പറയുന്നത്. ദ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ്, വർക്ക് ഫ്ലോസ് ആൻഡ് റൂൾസ് ദാറ്റ് ഡിഫൈൻ ഹൗ സർവീസസ് ആർ ഡെലിവേർഡ് നമുക്ക് പറയാം. അപ്പൊ ഈ ഡിജിറ്റലൈസേഷന് മുന്നേ തന്നെ, ഓക്കെ, ഡിജിറ്റലൈസേഷൻ ചെയ്യുന്നതിന് മുന്നേ മാനുവൽ പ്രോസസ് എന്ത് ചെയ്യണം? മസ്റ്റ് ആയിട്ടും സിംപ്ലിഫൈ ചെയ്യുകയും സ്റ്റാൻഡർഡൈസ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, മാനുവൽ പ്രോസസ്സ് സിംപ്ലിഫൈ ചെയ്യുകയും സ്റ്റാൻഡർഡൈസ് ചെയ്യുകയും ചെയ്യണം. അപ്പൊ ഈ ഒരു പ്രോസസ്സ് റീഡിസൈൻ ചെയ്യുന്നത് വഴി സ്പീഡും അതുപോലെ തന്നെ കൺസിസ്റ്റൻസിയും നമുക്ക് ഉറപ്പ് വരുത്താനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് പ്രോസസ്. നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് പറയാം, അപ്പൊ കുറച്ചുകൂടെ നമുക്ക് ആ ഒരു പ്രോസസ് എന്താന്നുള്ളത് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് പാസ്പോർട്ട് ആപ്ലിക്കേഷൻ, ഓൺലൈനായിട്ട് നമ്മളൊരു പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഓൺലൈൻ പാസ്പോർട്ട് ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ത് ചെയ്യുന്നുണ്ട്? റിഡൻഡന്റ് ആയിട്ടുള്ള സ്റ്റെപ്സ്, അതായത് മാനുവൽ പ്രൊസീജിയറിന്റെ അകത്ത് കാണപ്പെട്ട റിഡൻഡന്റ് സ്റ്റെപ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? റിമൂവ് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ
പ്രോസസ് നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് പില്ലർ എന്ന് പറയുന്നത്, അപ്പൊ പീപ്പിൾ പറഞ്ഞു, പ്രോസസ് പറഞ്ഞു. ദെൻ വി മൂവിങ് ഓൺ ടു ടെക്നോളജി. ടെക്നോളജി എന്ന് പറയുന്നത് ഈ ഗവേണൻസിനെ ഇനാബിൾ ചെയ്യുന്ന ഒരു ബാക്ക് ബോൺ ആണ് നമുക്ക് പറയാം. അതായത് ഈ ഒരു ഗവേണൻസിനെ തന്നെ ഇനാബിൾ ചെയ്യുന്ന ബാക്ക് ബോൺ ആണ് നമുക്ക് ഈ ടെക്നോളജീനെ പറയാം. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? ഹാർഡ്വെയർ ഉണ്ടാവും, സോഫ്റ്റ്വെയർ ഉണ്ടാവും, നെറ്റ്വർക്ക്സ് ഉണ്ടാവും, ആൻഡ് ഇവൻ ഡേറ്റാ ബേസസ് പോലും ഉണ്ടാവും. ഓക്കെ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, നെറ്റ്വർക്ക്സ്, ഡേറ്റാ ബേസസ് ഉണ്ടാവും. അപ്പോൾ ഈ ടെക്നോളജീസ്, അതായത് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിങ്, AI, ക്ലൗഡ് കമ്പ്യൂട്ടിങ് എന്താണെന്നറിയാം, AI എന്താണെന്നറിയാം, ബിഗ് ഡേറ്റാസ് എന്താണെന്നറിയാം, അതുപോലെ തന്നെ ബ്ലോക്ക് ചെയിൻ. ഓക്കെ, ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും AI-യും ബിഗ് ഡേറ്റ ആൻഡ് ബ്ലോക്ക് ചെയിൻ പോലെയുള്ള ടെക്നോളജീസിന് ഈ ഗവേണൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സെക്യൂർ പ്ലാറ്റ്ഫോം എന്ത് ഉറപ്പ് വരുത്തുന്നുണ്ട്? പ്രൈവസിയും റിലയബിലിറ്റിയും ഉറപ്പ് വരുത്തുന്നുണ്ട്. ഓക്കെ, let's take an example. In National E-Governance Service Delivery Gateway, National E-Governance Service Delivery Gateway, that is NSDG. അതുപോലെ തന്നെ ആധാർ സിസ്റ്റം, നമ്മൾ ബയോമെട്രിക് ഐഡന്റിഫിക്കേഷൻ ചെയ്യുന്നത്, ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം, ദാറ്റ് ഇസ് BHIM അല്ലെങ്കിൽ UPIs ഒക്കെ. These all are the examples of technologies, right? Now let's move on to resources. എന്താ ഈ റിസോഴ്സസ് എന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ, ഹ്യൂമന്, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറൽ അസറ്റ്സ്. ഫിനാൻഷ്യൽ, ഹ്യൂമൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറൽ അസറ്റ്സ്. അതായത് ഒരു ഗവേണൻസ് പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ, ഹ്യൂമൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ അസറ്റ്സിനെയാണ് നമ്മൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇതിൻ്റെ അകത്ത് ഫണ്ടിങ് ഇൻക്ലൂഡ് ആവുന്നുണ്ട്, അതുപോലെ തന്നെ സ്കിൽഡ് ആയിട്ടുള്ള മാൻ പവേഴ്സ് വേണ്ടി വരും, IT ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആവശ്യമുണ്ട്. സോ ഇതൊക്കെ കാര്യങ്ങൾ ഈ ഒരു റിസോഴ്സസിൻ്റെ അകത്ത് ഇൻക്ലൂഡിങ് ആണ്. അതായത് നമുക്കിപ്പോൾ ഒരു ഗവേണൻസ് പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണോ ആ എല്ലാ കാര്യങ്ങളും റിസോഴ്സസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രെയിനിങ്ങും ഇൻവെസ്റ്റ്മെന്റും ഇവിടെ അത്യാവശ്യമാണ് നമുക്ക് പറയാം. For example, National Informatics Centers, NIC, ടെക്നിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബഡ്ജറ്റ് അലോക്കേഷൻസ് ഉണ്ടാവും. ഈ ഡിജിറ്റൽ ഇന്ത്യ അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവേണൻസ് മിഷൻസിനൊക്കെ അണ്ടറിലുള്ള ബഡ്ജറ്റ് അലോക്കേഷൻസ്. These all are the examples of resources നമുക്ക് പറയാം. ഓക്കെ, സോ നമ്മൾ ഇവിടെ 4 പില്ലേഴ്സിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തു. ദാറ്റ് ഇസ് പീപ്പിൾ, പ്രോസസ്, ടെക്നോളജി, റിസോഴ്സസ്. പീപ്പിൾ എന്ന് പറയുന്നത് എന്താ? യൂസേഴ്സും അതുപോലെ തന്നെ ഈ സർവീസസിന്റെ പ്രൊവൈഡേഴ്സും ആയിരിക്കും. ഫോർ എക്സാമ്പിൾ സിറ്റിസൺസ്, ഒഫീഷ്യൽസ്. പ്രോസസ് എന്ന് പറയുന്നത് റൂൾസും അതുപോലെ തന്നെ വർക്ക് ഫ്ലോസും ആണ്. അതായത് ഓൺലൈൻ സർവീസ് പ്രോസസ്സസ് ആണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഇസ് ടെക്നോളജി, ICT ടൂൾസ്. അതായത് ഈ ഗവേണൻസിനെ ഇനാബിൾ ചെയ്യുന്ന ICT ടൂൾസ്, ദാറ്റ് ഇസ് ക്ലൗഡ്, UPI, ആധാർ. ദീസ് ഓൾ ആർ ദ എക്സാമ്പിൾസ് ഓഫ് ടെക്നോളജീസ് നമുക്ക് പറയാം. നെക്സ്റ്റ് റിസോഴ്സസ്, അതായത് ഒരു പ്രൊജക്ട്, ഈ ഗവേണൻസ് പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഫണ്ട് അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ എന്താ? റിസോഴ്സസ് ആണ്. ദാറ്റ് ഇസ് NIC, ബഡ്ജറ്റ്സ്, മാൻ പവേഴ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് റിസോഴ്സസ് നമുക്ക് പറയാം. സോ ഈ ഒരു സെക്ഷൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? ഈ ഗവേണൻസ് എന്താന്ന് പറഞ്ഞു. ഈ ഗവേണൻസ് എന്ന് പറയുന്നത് ICT യൂസ് ചെയ്യുന്ന, അതായത് എഫിഷ്യന്റും ട്രാൻസ്പെറന്റും ആക്സസിബിൾ ആയിട്ടുള്ള ഗവേണൻസിന് വേണ്ടിയിട്ട് ICT യൂസ് ചെയ്യാന്നുള്ളതാണ് ഈ ഗവേണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ട്രാൻസ്പെറൻസിയും എഫിഷ്യൻസിയും പാർട്ടിസിപ്പേഷനും ആക്സസിബിലിറ്റിയും കോസ്റ്റ് എഫക്റ്റീവ്നെസ്സും ആണെന്ന് പറഞ്ഞു. ആൻഡ് വി ഡിസ്കസ്ഡ് അബൌട്ട് ദ സ്കോപ്പ്, ദാറ്റ് ഇസ് G2C, G2B, G2G, G2E ആൻഡ് C2G ഇന്ററാക്ഷൻസ്. ദെൻ ബെനിഫിറ്റ്സ്, അതായത് ഈ ട്രാൻസ്പെറൻസി, എഫിഷ്യൻസി, empowerment, inclusivity, better service delivery. And we discussed about the 4 pillars, that is people, process, technology and resources. So the foundation for all successful e-governance ഇനീഷ്യേറ്റീവ്സ് നമുക്ക് പറയാം. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെക്ഷൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. CTTF-ന്റെ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ ഇവിടെ അവസാനിക്കുവാണ്. നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ കാണാം. ദാറ്റ്സ് ഓൾ. താങ്ക് യു.